നമ്മൾ ഈ നഷ്ടപരിഹാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം വേണമെന്ന് ആരോട് ആവശ്യപ്പെട്ടു? സർക്കാരിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു? അതോ ആരോഗ്യമന്ത്രി കൊടുത്തു? അപ്പോൾ ഉപമന്ത്രി നേരിട്ട് കണ്ടിരുന്നോ? നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ മന്ത്രി എന്താ പറഞ്ഞത്? ആദ്യം ഫോണിലൂടെ വിളിച്ച ആരോഗ്യമന്ത്രി നമുക്ക് ഉറപ്പ് തന്നു. പക്ഷേ കാര്യത്തിൽ 15 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉറപ്പായിട്ട്. ഈ സമരം തുടങ്ങിയപ്പോഴോ? അല്ല, അതിന്റെ മുമ്പായിട്ട്. എവിടെ സമരം? എവിടെ ആരംഭിച്ചു? ആദ്യമായിട്ട് സമരം നടത്തിയത് മെഡിക്കൽ കോളേജിന്റെ കോഴിക്കോട് മാതൃശിശു കേന്ദ്രത്തിന്റെ മുമ്പിൽ. അവിടെ നിന്നാണല്ലോ സിസേറിയൻ ചെയ്തിട്ടുള്ളത്. അത് ഫെബ്രുവരി 27 കഴിഞ്ഞ 2023 ഫെബ്രുവരി 27. അതില് 6 ദിവസം അവിടെ ഇരുന്നു. അങ്ങനെ മാർച്ച് 4 ആരോഗ്യമന്ത്രി പന്തലിലേക്ക് നേരിട്ട് വരും. അങ്ങനെ പ്രിൻസിപ്പളിന്റെ റൂമിൽ വെച്ച് നമ്മള് ചർച്ച, അതായത് ഹസ്ബൻഡ് അപ്പോ സ്ഥലത്തിൽ, അവിടെ ആരും ഇല്ല. അപ്പൊ ഹസ്ബൻഡ് വരട്ടെ എന്ന് പറഞ്ഞു നിന്നു. പക്ഷേ ഹസ്ബൻഡിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. കാരണം ഹസ്ബൻഡ് അപ്പൊ വീട്ടിലേക്ക് ഒരു ഡ്രസ്സ് മാറി വരാന്ന് പറഞ്ഞു പോയതാ. ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഓടിച്ചാടി വരികയാണ്. ബൈക്കിനടുത്ത് വരുമ്പോഴേക്കും ഏതോ ഒരു ചേച്ചി വന്ന്, സ്കൂട്ടറിന് വന്ന് അവിടെ തട്ടി. ചേച്ചി കാര്യമായിട്ടൊന്നും പറ്റില്ല, പക്ഷെ അവർക്ക് എന്തോന്ന് മുറിവൊക്കെ വന്നു. അതിൽ ഹസ്ബൻഡിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അവനോട് പറഞ്ഞു ഞാൻ എത്താൻ കഴിയൂല എന്തായാലും. ഞാൻ ഉമ്മയും മാമനും ഞാനും പിന്നെ നമ്മളെ കൂടെ സമരസമിതി ഉണ്ട്, പക്ഷെ അവരൊന്നും കയറ്റിയില്ല. അവരെ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ സാറിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ 1/2 മണിക്കൂർ നേരം എല്ലാ കാര്യവും പറഞ്ഞു. മന്ത്രി അത്രയും കേട്ടു. അത്ര എന്നോട് പറഞ്ഞു കോമ്പൻസേഷൻ അർഷിന് അർഹയാണ്, പക്ഷെ ഇത് എവിടെ നിന്നാന്നുള്ളതിൽ വ്യക്തതയില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, എന്നും പറയും 101% ഉറപ്പാണ് കോളേജിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്നാണെന്നുള്ളത്. അപ്പൊ അവര് പറയുന്ന ആദ്യത്തെ 2 സിസേറിയനിൽ വന്നതാകാം എന്നൊക്കെ. അവിടെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ 2 ലക്ഷം അനുവദിച്ചു. അത് താങ്കൾ വാങ്ങിയില്ല അല്ലേ? ഓക്കെ, നമ്മൾ വീണ്ടും ആ കത്രിയ കേസിലേക്ക്. നമ്മുടെ ഈ പോയ ഏതാ ഹോസ്പിറ്റലില് അസ്ലാം ഡോക്ടറുണ്ട്. അസ്ലാം ഡോക്ടറാണോ പറഞ്ഞത് ഇത് യൂറോളജി പ്രശ്നമല്ല, സീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സീറ്റ് ചെയ്യാൻ പോയി. സീറ്റ് ചെയ്യാൻ സ്റ്റോണും കല്ലും അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ? അല്ല, സ്റ്റോൺ അല്ല എന്ന് പറഞ്ഞില്ല. സ്റ്റോൺ ഉണ്ട്. അല്ല, ഈ പെയിനും സ്റ്റോണും ആയിട്ട് ബന്ധമില്ല. സ്റ്റോൺ നമുക്ക് പൊടിച്ചു കളയാം. ഈ പെയിൻ എന്തുകൊണ്ട് വന്നു? അവിടെ ഒരു മുറിവ് പോലെയൊക്കെ ആ ഒരു അൾട്രാസൗണ്ടിൽ തന്നെ അവര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്യണം. അവിടെ എന്തോ ഒരു മുറിവ് പോലെ എന്തൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവർ അത്രയും നേരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സീറ്റിക്ക് പോകുന്നത്. സീറ്റ് ചെയ്യാൻ എന്നെ കെടുത്തിയപ്പോ അവര് നമ്മളെ ഡ്രസ്സ് തന്നെ, അവര് ബാക്കിയുള്ള സ്കാനിങ്ങിനൊക്കെ ചിലപ്പോൾ നമ്മളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഇത് നമ്മളെ ഡ്രസ്സ് തന്നെ. അപ്പൊ അവരിങ്ങനെ കിടത്തി 4 പ്രാവശ്യം ചെയ്തു. അപ്പൊ ഒക്കെ ചേച്ചിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഞാനൊന്നും കാണുന്നില്ല. അങ്ങനെ മരുന്ന് കയറ്റിയിട്ട് സീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മരുന്ന് ഇനി കയറ്റണല്ലോ, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവര് ചെയ്തതിൽ തന്നെ എന്തോ കണ്ടു. അവരെന്നോടൊന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നോ എന്തോ ഉണ്ടോ വയറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ പറഞ്ഞല്ല, അത് ഡോക്ടറെ അടുത്ത് പോയാൽ മതി. അപ്പം ഞാൻ ചോദിച്ചു മരുന്ന് കയറ്റിയിട്ട് ചെയ്യണ്ടേ? വേണ്ട, അത് ഡോക്ടർ പറയുകയാണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഇവര് നേരിട്ട് മാനേജർ, അതായത് CT സ്കാനിങ് ചെയ്യുന്നിടത്തുനിന്ന് മാനേജർ നേരിട്ട് ഈ അസ്ലം ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ നല്ല ചിരിച്ചിട്ട് നമ്മളെ റിലാക്സ് ആക്കാൻ വേണ്ടി നല്ല നമ്മളെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്നോട് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോൺ ഇല്ല. ഞാൻ ഇന്നലെ വരെ ഇത്രയും വലിയ സ്റ്റോൺ പിന്നെ എന്തായി പോയി ഇത്രയും വലിയ സ്റ്റോൺ എന്ന് പറഞ്ഞു. എന്താ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തെന്ന് വെച്ചു. ഞാൻ ആകെ 3 സിസേറിയൻ അതാ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് സിസേറിയൻ എവിടുന്നാ ചെയ്ത് വെച്ചു. ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്ത്. അപ്പോൾ അതിലെന്തോ ഒരു മെറ്റൽ വയറിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തോന്നുന്നു. മെറ്റലോ? അപ്പോഴും ഞാൻ വിചാരിക്കുന്ന മെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സൂചിന്റെ മോനെ അങ്ങ് പൊട്ടിയിട്ട് ചെറിയ എന്തോ ഒരു മെറ്റൽ, അല്ലാതെ ഇത്രയും വലിയ മെറ്റലൊന്നും സ്വപ്നത്ത് പോലും ചിന്തിക്കുന്നില്ല. മെറ്റലോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പേടിയുണ്ടോ ചോദിച്ചു. അതിലും വലിയ ക്യാൻസർ വരെ പ്രതീക്ഷിക്കുന്ന എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു സമാധാനമായി. എന്തോ ആണല്ലോ എന്നല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇത് എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇനിയും എന്റെ ശരീരത്തിൽ കീറണോന്ന്. വലിയ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. വലിയ ഓപ്പറേഷൻ കീറണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഈ 3 ചെയ്തതിന്റെ ആണല്ലോ ഞാനിപ്പോ അനുഭവിക്കുന്നതാണല്ലോ എന്റെ മനസ്സിൽ. അങ്ങനെയാണ് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു ഞാൻ, ഇനിയും കീറണമെങ്കിൽ. അപ്പൊ ഡോക്ടർ സീരിയസ് ആയി. ഇത് സാധാ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്ത്, ഇനി വെർട്ടിക്കലായിട്ട് ചെയ്യണം. അത്യാവശ്യം വലിയ മേജർ സർജറിയാണ്. ഒരു പക്ഷേ യൂറിനറി ബ്ലാഡറിന് ഹോള് വരും, അവിടെ സ്റ്റിച്ച് ഇടേണ്ടി വരും. എന്ത് ചെലവ് വരും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇക്ര ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഓരോന്ന് മാക്സിമം ഞങ്ങൾ എന്താ ചെയ്യാ, എന്നാലും സാറ് പറയുന്നു സാർ ഞാൻ യൂറോളജിയാണ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് കിഡ്നി മാറ്റി വെക്കുക അങ്ങനത്തെ. അപ്പോൾ ഞാൻ ചെയ്യാത്തൊരു സർജറി കൊണ്ട് എമൗണ്ട് ഒന്നും പറയാൻ കഴിയൂല. ഏകദേശം ഏകദേശം 1 lakhന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ ഒരു 15 ദിവസം കിടക്കണം. അപ്പൊ അതിന്റെ ചെലവ് മൊത്തത്തിൽ നമ്മൾ ശരിക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും 0 ലെവലിൽ എത്തിയിട്ടുണ്ട്. അന്നപ്പോഴേക്കും നമ്മളെ ബിസിനസ് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചിട്ട് വരികയാണ്, പെട്ടെന്ന് വരണം, കുറെ നേരം ആലോചിക്കരുത് പറഞ്ഞു.
അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അങ്ങനെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അന്ന് ബ്രദറും ഉമ്മയൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നമ്മളിത് 3ാമത്തെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചെയ്തത്. അന്ന് മുതലാണ് വേദന തുടങ്ങി. അപ്പം ഞാൻ ബാക്കോട് ചിന്തിച്ചപ്പോൾ വ്യക്തമായി ഇത് ഉറപ്പല്ല, അവിടെ നിന്നാണ് വേദന തുടങ്ങിയത്, അവിടെ നിന്നാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടുന്ന് റെഫർ ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു എങ്ങനെ മെറ്റൽ കണ്ടെത്തിയെന്ന്. ഗൈനക്കോളജി കാണിച്ചു, CT ചെയ്തിട്ടാ കണ്ടു. അപ്പൊ അവരൊന്ന് CT സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ ഊഹമാണ്. പിന്നെ കാൽഷ്യം അങ്ങനത്തെ ഇതൊക്കെ ഓക്സിലേറ്റ് അങ്ങനെയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് മെറ്റൽ പോലൊക്കെ തോന്നാം. അപ്പൊ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ ഒന്നും കൂടെ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അപ്പോഴേക്കും എനിക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇത്രയും വേദന സഹിച്ചിട്ട് എന്തോ പഠിച്ചവനൊരു ഒരുപാട് വേദന സഹിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സഹിച്ചു. അപ്പൊ ആ ഒരു ഇതില് ഞാൻ അവിടെ നടന്നാ പോകുന്നൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ മെയിൻ ഡോക്ടർ വന്നു. അങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഒരു ചെക്കൊക്കെ ചെയ്തു. ഞാൻ അവർ പറഞ്ഞു എന്നാ അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കുറെ ലേറ്റ് ആവും, നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയണല്ലേ ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാം. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ടെസ്റ്റൊക്കെ ഒന്നും കൂടെ ചെയ്യണം, എന്തായാലും അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ പ്രൈവറ്റിലേക്ക് എന്തായാലും താങ്ങൂല ആ ഒരു അവസ്ഥയിൽ. ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഒരു ഡോക്ടർ, സാറിന് ഒരിക്കലും ഞാൻ മറക്കൂല, സന്തോഷ് കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഡോക്ടർ, ഗൈനക്കോളജി ഓങ്കോളജി ക്യാൻസർ ഒക്കെ ഉള്ള നോക്കുന്നത്. അപ്പം ഇവർ ഇതൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓടി വരുന്നുണ്ട് സാറ് പിറ്റേ ദിവസം ഉച്ചക്ക്. അങ്ങനെ വന്ന് നോക്കി, ഹർഷിന പേടിക്കേണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരിത് ക്യാൻസറസ് ആയോ, ഇവർക്ക് ഏകദേശം പിടികിട്ടി. അങ്ങനെ സാറ് നോക്കി, ഞാൻ അസ്ലം ഡോക്ടറാണ് പറഞ്ഞത്, കൺഫേം ചെയ്താന്നൊക്കെ പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞു പേടിക്കേണ്ട, നമുക്ക് എന്തായാലും ഓപ്പറേഷൻ ചെയ്തെടുക്കാം. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നു ഇത്രയുള്ളൂ. നിങ്ങളോട് പറഞ്ഞായിരുന്നോ ഡോക്ടർ ഈ മെറ്റലിന്റെ നീളം എത്രയുണ്ടെന്ന്? പറഞ്ഞില്ല. അവരാദ്യം പറഞ്ഞത് ഇതൊരു ഊഹാണ്, ഇവിടെ തന്നെ എല്ലാ ടെസ്റ്റുകളും പിന്നെ നടത്തിയിട്ട് ചെയ്യാന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ടൈം ലേറ്റ് ആവുന്നതിനനുസരിച്ച് പെട്ടെന്ന് ചെയ്യണമെന്നാണ് അസ്ലം ഡോക്ടർ പറഞ്ഞു. അപ്പൊ അവർ എല്ലാ റിസ്കുകൾ ഏൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ സന്തോഷ് കുര്യാക്കോസ്. അങ്ങനെ അയാളെ എമർജൻസി ആയിട്ട് തന്നെ പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ നടത്താനുള്ള പരിപാടി. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു അല്ലേ? സെപ്റ്റംബർ 17, 2022 സെപ്റ്റംബർ 17 ശനിയാഴ്ച ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന്. അപ്പൊ അതിന്റെ തലേ ദിവസം നമ്മളങ്ങനെ ഓപ്പറേഷൻ തീരുമാനിച്ച് നിർത്തുന്ന സിസേറിയൻ ഒന്ന് പോകുമ്പോ ഒരിക്കലും ഞാൻ അങ്ങനെ പേടിച്ചിട്ടില്ല. ലേബർ റൂമിലൊക്കെ ആ ഒരു ഇത് പേടിച്ചിട്ട് എനിക്ക് ഉപ്പ രാത്രി ഫോൺ ചെയ്തപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല, വീട്ടില് ഏറ്റവും ധൈര്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതെനിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ മക്കളാ, ഒരമ്മനെ സംബന്ധിച്ചിടത്തോളം ഏത് സിസേറിയന് പോകുമ്പോൾ നമുക്ക് ഒരു പുതിയ കുട്ടിനെ കിട്ടാൻ നമ്മളത് അധികം ആലോചിക്കുന്നില്ല. പക്ഷെ ഇത് ഞാൻ ജീവനോടെ വരൂ, 90% ഞാൻ ഉറപ്പിക്കുന്നത് ഞാൻ ജീവനോടെ വരൂല, എന്റെ കുട്ടികൾക്ക് ആരായിരിക്കും എന്നുള്ളതിൽ ഞാനിങ്ങനെ ടെൻഷൻ നമുക്ക് വല്ലാണ്ട് തളർത്തി അല്ലേ? ഓക്കേ.